ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇന്നലെ കുറച്ച് ടോം ആൻഡ് ജെറി വീഡിയോ കണ്ടിട്ട് ഒളിച്ചേപ്പാത്തെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ദിവസം കൂടി ഒരുപാട് ഞാൻ ചിരിച്ചു. ഒരാൾ കിടന്ന് ഓടുന്നത്, നടക്കാൻ വയ്യാത്ത ഒരാൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു, അതിലേ ഓടുന്നു ഇതിലേ ഓടുന്നു. ആ വ്യക്തിക്ക് നിഷ്കുജ എന്ന് പറയും. ആ വ്യക്തിക്ക് ഒരടി നടക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടും, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ആ വ്യക്തിക്ക്. പക്ഷെ ഇന്നലെ അങ്ങ് ഓടടാ ഓട്ടമായിരുന്നു. 10-20 മിനിറ്റ് നിർത്താതെ നടന്നിട്ട് അവർ ക്ഷീണിക്കുന്നൊന്നുമില്ല. ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. എന്നാലും അത്രയും സ്പീഡിൽ നടക്കുന്നതിനും കാര്യങ്ങൾക്കും ഒന്നും യാതൊരു ബുദ്ധിമുട്ട് ഇന്നലെ കണ്ടില്ല. ഒരു കള്ളം കൂടെ അവിടെ പൊളിയാണ് ചെയ്യുന്നത്. അല്ലാതെ ആളുകൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കൂ, നിങ്ങളൊന്ന് കുറച്ച് നടക്കൂ എന്നൊക്കെ പറഞ്ഞാൽ മുട്ടുവേദന, അവിടെ വേദന, ഇവിടെ വേദന വല്ലാത്ത പ്രശ്നമാണ്. എന്തായാലും നല്ല അസല് പണി സനുവാൻ ഗ്രൂപ്പ് കൊടുത്തതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ളവർ അതെങ്ങനെ വളച്ചൊടിച്ച് നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല, കഴിവില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അവർ നല്ല അസല് പണി കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം ഇതൊന്നും അല്ല കേട്ടോ. എൻ്റെ പേരിലൊരു അപരൻ ഇറങ്ങിയിട്ടുണ്ട്. ജേണി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട് കമൻ്റ് ഇടാനായിട്ട് ഒരു അപരൻ ഇറങ്ങിയിട്ടുണ്ട്. മീൻസ് ഞാൻ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് ഞാൻ കമൻ്റ് ഇടാറില്ല. ലൈവിലോ വീഡിയോയിലോ ഒന്നും പോയിട്ട് ഞാൻ കമൻ്റ് ഇടാറില്ല. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാൻ ഡയറക്റ്റ് എനിക്കൊരു ചാനൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടെ പറയാനായിട്ട് ശ്രമിക്കാറുള്ളൂ. സോ ഞാൻ ഒരു വീഡിയോയുടെയും താഴെ പോയിട്ടും ലൈവിലും ഒന്നും പോയി ഞാൻ കമൻ്റ് ഇടാറില്ല. അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഫിജോ ജോസഫ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ലൈവിൽ പോയിട്ട് ജേണി വിത്ത് മീ കമൻ്റ് ഇട്ടു. അത് ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു: നിഷ്കുജ, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ആ വാക്ക് തന്നെ, നിഷ്കുജയ്ക്ക് ലേശം ഉളുപ്പില്ലേ, ഇതാണ്, വേറെ മോശമായിട്ടൊന്നുമല്ല എന്ന് ഞാൻ എഴുതുന്ന രീതിയിൽ എൻ്റെ പേരിൽ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ഒരാൾ കമൻ്റ് ഇട്ടേക്കാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സംസാരിക്കാനുള്ളത് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ആളോടാണ്. നിങ്ങൾ ചോദിച്ച ആ വിഷയത്തെ പറ്റിയിട്ടല്ല, അത് ഞാനും സംസാരിക്കാറുള്ള, എനിക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐ ഡിയിൽ അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, അത് വേറെ ഏതെങ്കിലും ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളുടെ പേരിലല്ലാതെ സ്വന്തമായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഒരു കമൻ്റ് ഇടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ? മറ്റുള്ളവരുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഐ ഡി ഉണ്ടാക്കി കമൻ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ധൈര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും കണ്ടില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ആ ലൈവ് കയറി നോക്കിയപ്പോൾ മുഴുവനൊന്നും കാണാൻ എനിക്ക് സമയമില്ല കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയപ്പോൾ ആ ഭാഗം തന്നെ കണ്ടു. അപ്പോൾ ഈ പറയുന്ന ഫിജോ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട്, ജേണി വിത്ത് മീ, നിനക്ക് നാണമില്ലേടി, എന്തോ അവരിങ്ങനെയാണ് സംസാരിക്കുന്നത്, നിനക്ക് നാണമില്ലേ, ശവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് പറയട്ടങ്ങ് നിർത്തി കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ആളോടാണ്. നിങ്ങൾക്ക് ഒരു ലേശം ഉളിപ്പ് നിങ്ങൾക്കുണ്ടാകാം. കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കമൻ്റ് ഇടാനുള്ള ആർജവം ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക. അത് നിലവിൽ എൻ്റെ പേരിൽ ചിലപ്പം ഇപ്പം എനിക്ക് കുറേ ശത്രുക്കൾ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അവർ തന്നെ ആയിരിക്കും ഇങ്ങനെ എൻ്റെ പേരിൽ എൻ്റെ ഐ ഡിയിൽ ഒരു കമൻറ്റ് കൊണ്ടുപോയിട്ടാൽ അവിടെ ഈ അന്തങ്ങളെല്ലാം കൂടെ എന്നെ തെറി പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ലേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. മീൻസ് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയവർക്ക് കുറച്ചെങ്കിലും ആത്മധൈര്യവും ആത്മവിശ്വാസവും തൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പേരിൽ സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടാനായിട്ട് നോക്കുക. ആരാണേലും എവിടെയാണെങ്കിലും ജേണി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടാൽ വിചാരിച്ചോളുക അത് ഞാനല്ല. ഞാൻ അങ്ങനെ ഒരു ചാനലിലും പോയിട്ട് ഇപ്പം കമൻറ്റ് ഇടാറില്ല. എനിക്ക് ഇങ്ങനെ നേരത്തെ ഇടുമായിരുന്നു കേട്ടോ. എനിക്ക് മുമ്പിടുമായിരുന്നു. എനിക്ക് ചാനൽ ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഒരുപാട് അന്നേരം എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ കമൻ്റ് ഇടൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കമൻ്റ് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് തോന്നി. അപ്പോൾ ഈ ശവം എന്ന് വിളിച്ച ഞാനാണെന്ന് കരുതി ശവം എന്ന് വിളിച്ച പുള്ളിക്കാരിയോടും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ശവം മീൻസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന? ശവം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, നിശ്ചലമായി കിടക്കുന്ന ഒരു ബോഡി അല്ലേ? അത് ഒരിക്കലും ഞാൻ അങ്ങനെയാണെന്ന് എന്നെ അറിയുന്നവരൊന്നും പറയില്ല. എൻ്റെ ശരീരം എവിടെയും നിശ്ചലമായിട്ട് എവിടെയും കിടക്കാറില്ല. കാറി കയറിയ തളർന്ന് കുത്തി പുറകോട്ട് വളഞ്ഞ് വില്ല് പോലെ ഇങ്ങനെ രണ്ട് കൈയും പുറകോട്ട് എടുത്തിട്ട് ശവം പോലെ ഞാൻ കിടക്കാറില്ല.
പിന്നെ എവിടെയെങ്കിലും പോയി ഇരുന്നാലും വർക്ക് സ്പേസിൽ പോയി ഇരുന്നാൽ ഓടിപ്പോയി ഏതെങ്കിലും കസേരയിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് കാല് രണ്ടുപെടുത്ത് ഏതെങ്കിലും സ്റ്റൂളിൻ്റെ മണ്ടേ കയറ്റി വെച്ച് ഡെഡ് ബോഡി പോലെ ഞാൻ കിടക്കാറില്ല. സോ എനിക്ക് അത്രയേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന നിശ്ചലമായ ബോഡിയുള്ള ആ വ്യക്തിക്കാണ് ശവം എന്ന പേര് ആപ്റ്റ് ആകുന്നത്. അതാരാണെന്ന് സ്വയം ചിന്തിക്കുക. ഞാൻ അങ്ങനെയാണെന്ന് എന്നെ അറിയുന്ന ഒരാളും പറയില്ല. പിന്നെ കുറച്ചൊരു ദിവസം മുമ്പ് ഒരു ചെറിയൊരു കോമഡിയെ ഞാൻ ഈ PHIJO പിജോ ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ ലൈവിൽ കണ്ടതാണ്. അവർ ഒരു പ്രൊനൗൺസിയേഷനെ പറ്റിയിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. PHIJO ഫിജോ, അല്ലാതെ ഫിസിക്സിന് നിങ്ങൾ ഫിസിക്സ് എന്നാണോ പറയുക, ഫിജോ ഇറ്റ്സ് ഫിജോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ കളിയാക്കുന്ന കേട്ടിട്ടുണ്ട്. ഈ സനിവിനെയാണെങ്കിലും ഒക്കെ അവർക്ക് പൊട്ട ഇംഗ്ലീഷ് അത് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവർ മാത്രമേ എല്ലാത്തിലും ഗ്രേറ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞതിൽ തന്നെ വലിയൊരു പൊട്ടത്തരം വെച്ചിട്ടാണ് ഇവർ സംസാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പ്രൊനൗൺസിയേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് PH ശരിയാണ്, PH ആണ്. ചിലരത് ചിലരത് P എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനെ ആദ്യം പഠിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. PHIJO ഫിജോ ഇതാണ് പ്രൊനൗൺസിയേഷൻ. ദാറ്റ്സ് നോട്ട് പ്രൊനൗൺസിയേഷൻ, ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ. PRENOUN pronoun is instead of nouns. ഇത് പ്രനൺ, PRENUN പ്രനൺ, ഇറ്റ്സ് പ്രനൗൺസിയേഷൻ. ഉച്ചാരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇറ്റ്സ് പ്രനൗൺസിയേഷൻ. അപ്പോൾ അത്ര വലിയ ഗീർവാണം മുഴക്കിയത് കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ എനിക്കിത് നിങ്ങളെ ഇത് പഠിപ്പിക്കുക എന്നുള്ളത് യൂഷ്വലി എല്ലാവരും പ്രനൗൺസിയേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ മൈക്രോവേവ് അവന് ഓവൻ എന്ന് പറയും, പിസ്സയ്ക്ക് പിസ്സ എന്ന് പറയും. അപ്പോൾ യൂഷ്വലി ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അത് തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങൾ അത്രത്തോളം അവിടെ ഇരുന്ന് അന്ന് കളിയാക്കിയത് കൊണ്ട് ജസ്റ്റ് എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊരു വിഷയം ചെയ്താലും ഞാൻ ഒരിക്കലും ആരെയും ഫോൺ വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ പോയി തിരക്കിയിട്ടോ ഒന്നും ഞാൻ ഒരിക്കലും എവിടെയും ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാറില്ല. ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന വിഷയത്തെ എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുക. അതിന് എന്ത് ചെയ്താലും ആരെന്ത് ചെയ്താലും ഉടനെ കേസും ബഹളവും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പൂട്ടിക്കും, കാറും എടുത്ത് ഞാൻ അതിലേ പോകും ഇതിലേ പോകും, സംഭവമാണ് എന്ന് കാണിക്കുന്ന കുറേ ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം കാണിച്ച പ്രഹസനം തന്നെയല്ല, ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കുക, നമ്മുടെ നിയമപാലകർക്ക് ഒരുപാട് ജോലിയുണ്ട്. അവർക്ക് എടുത്താൽ തീരാത്തത്രയും ജോലിയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിന് മുഴുവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊച്ചു പിള്ളേർ പരാതി പറയുന്ന പോലെ എഴുതിക്കൊണ്ടങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് വലിയ ഗീർവാണവും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു. ഇത് വർഷം എത്രയായി? എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങളിതിനെ കാണുന്നുണ്ടോ? നമ്മളൊരു പരാതി കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് അവരൊന്ന് വിളിച്ച് ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരാൻ പറയുമായിരിക്കും, ജസ്റ്റ് ഒന്ന് സംസാരിക്കുമായിരിക്കും, കൂടിപ്പോയാൽ മാക്സിമം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രഹസനങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ല. എന്നാൽ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്താണ്? അങ്ങേയറ്റം ഊടായിപ്പ്. എന്തായാലും ഇന്നലെ നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു വകയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പറയണമെന്ന് തോന്നിയത് എൻ്റെ ഈ വ്യാജിനെ പറ്റി തന്നെയാണ്. ജേണി വിത്ത് മീ എന്ന് പറഞ്ഞ എൻ്റെ ഐഡിയയിൽ നിന്ന് ഞാൻ അഥവാ എവിടെയെങ്കിലും കമൻ്റ് ഇട്ടാലും ഞാൻ പറഞ്ഞോളാം. ഇനി ഞാൻ അല്ലാതെ ഒരു വീഡിയോയ്ക്ക് താഴെയും ചെന്നിട്ട് ഞാൻ കമൻ്റ് ഇടാറില്ല. എവിടെയെങ്കിലും നിങ്ങൾ എൻ്റെ പേരിൽ കമൻറ്റ് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് വ്യാജനാണ്. അതാണ് ഞാൻ മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ഇനി എന്ത് ചീത്ത പറഞ്ഞും വൃത്തികേട് പറഞ്ഞും എനിക്കെതിരെ കമൻ്റ് ഇടും എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം സുജാത എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റിൽ ഒരു തെറി വേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ കമൻറ്റ് മാത്രം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1:30 നൈറ്റ് 1:30 ഒക്കെ ആയിട്ടുണ്ട് സമയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അപ്പോഴും കിടന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഫോൺ നോക്കിയപ്പോൾ ഇവരുടെ കുറേ ഇങ്ങനത്തെ മെസ്സേജ് കിടക്കാണ്. നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് ആ കമൻറ്റ് കാണുന്നില്ല കേട്ടോ. ഇനി ഞാൻ നോക്കിയതിൻ്റെ മിസ്റ്റേക്കാണോ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്തങ്ങൾ ഈ
തനുജ എന്ന് പറയുന്ന സ്ത്രീയുടെ അന്തങ്ങൾ ഇങ്ങനെയാണ്. ഇതുപോലെ വൃത്തികെട്ട ചീത്ത മാത്രം വിളിക്കുന്ന അന്തങ്ങളാണ് ഇവർക്കുള്ളത്. എന്നിട്ടാണ് ഇവർ നാടുനീളം നടന്നിട്ട് നാട്ടുകാരെ നന്നാക്കാനായിട്ട് എൻ്റെ 11 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ചു, 11 വയസ്സ് ഉള്ള കുഞ്ഞിനെ വിളിച്ചു, 11 വയസ്സുള്ള കുഞ്ഞിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാടുനീളെ ഈ ഒരു കുഞ്ഞുമായിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് ഇവർ നടക്കുന്നത്. ഇവർ തന്നെയാണ് ഇവരുടെ കുഞ്ഞിന് ഏറ്റവും അപമാനം. ഈ തനുജ എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് അവരുടെ കുഞ്ഞിന് ഏറ്റവും അപമാനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ലോക പ്രശസ്തയാക്കി വെച്ചേക്കുന്നത്. ഏത് രീതിയിലാണ് പ്രശസ്തയാക്കിയത്? അപ്പൻ ഉപേക്ഷിച്ച കുട്ടി, അപ്പൻ വേറൊരു സ്ത്രീയുടെ കൂടെ അവിഹിതത്തിൽ പോയ കുട്ടി, സംസാരിക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കുട്ടി, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത കുട്ടി, അതിന് എന്തൊക്കെയോ ന്യൂനതകളുള്ള കുട്ടി എന്നൊക്കെയുള്ള, എന്തിനേറെ പറയുന്നു 1 2 3 പോലും 10 വരെ അറിയാത്ത കുട്ടി എന്നുള്ള രീതിയിൽ അതിനെ സമൂഹത്തിൽ കൊണ്ടുവന്ന് ഒന്നുമല്ലാതാക്കി തീർത്തു വെച്ചേക്കുന്ന ആ സ്ത്രീ തന്നെയാണ്. എന്നിട്ട് ആ സ്ത്രീ തന്നെ ഇപ്പം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് ജോലി ചെയ്യാനും ജീവിക്കാനും ഒന്നും എന്തായാലും പറ്റില്ല. ഇവർ മാത്രമാണല്ലോ എത്രയോ നാളുകളായ ആളുകളെ പിഴിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പം ഇനി അവർക്ക് നടക്കില്ല, ജോലി ചെയ്യാനോ ജീവിക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. അപ്പം ഇതിങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരാളെങ്കിൽ ഒരാൾ ഇവരെ ഈ തട്ടിപ്പ് വെട്ടിപ്പ് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങ് വരും കുറേ അന്തങ്ങൾ തെറിയും ചീത്തയും കൊലവിളിയും നടത്തിക്കൊണ്ട് നിന്നെ ഇപ്പം അങ്ങ് തട്ടിക്കളയുന്നുള്ള രീതിയിലാണ്. നീ ഒന്നും മിണ്ടരുത്, നീയൊക്കെ സംസാരിക്കരുത്, ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് തന്നെയാണ് സംസാരിക്കുന്നത്. അതിന് എത്ര ഓലപ്പാമ്പെടുത്ത് കാണിച്ചാലും ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ സനു തെറി വിളിക്കുന്നു എന്ന് പറയുന്നത് സത്യം പറയാലോ, സനു ഇപ്പം അസഹനീയമാണ്. ഇപ്പം കുറച്ച് ദിവസത്തെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വീഡിയോ കണ്ട് എനിക്ക് വല്ലാണ്ട് ചിരിക്കണം എന്നുണ്ട്. പക്ഷേ അവിടെ ഷഫീന ബീവി ഉണ്ട്, മറ്റേ മുംതാസ് ഉണ്ട്, അവരൊക്കെ പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ചിലപ്പം അത്ര ഒതുക്കിയായിരിക്കും പറയുക. മുംതാസ് ചീത്ത വിളിക്കത്തേ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അവരപ്പോഴും സനുവിനോട് പറയുന്നുണ്ട് ചീത്ത വിളിക്കല്ലെന്ന്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാര്യം വീട്ടിൽ എനിക്ക് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് കേൾക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ തന്നെ എനിക്കത് കേൾക്കാനേ പറ്റില്ല. കാരണം എത്ര മോശമായ വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ശരിയാണ്, നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നതിൻ്റെ പകരമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയാതിരിക്കാനേ വയ്യ. അസഹനീയമാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇത്രയധികം തരം താണ് പോകണമെന്ന് എനിക്ക് തോന്നും. കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി പിടിക്കാം. ഇപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്കറിയാം അതുപോലെ ചീത്ത വിളിക്കുന്ന അന്തങ്ങളാണ് ഈ സ്ത്രീക്കുള്ളത്. അത് കേട്ടിട്ടാണ്. അതേപോലെ ഈ ഫിജോ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന വാക്കുകൾ തെറിയൊന്നും അല്ല, അത് ലോകത്തൊരു മനുഷ്യനും അത് കേട്ടിരിക്കാനോ അത്രത്തോളം വൃത്തികേടുകളാണ്. ഒരു മനുഷ്യൻ പോലും മനുഷ്യരായിട്ടുള്ളവർ പറയാത്ത വൃത്തികേടുകളാണ് ആ സ്ത്രീ പറയുന്നത്. ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ പറയുന്നവർ വേണം എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണ്, ദയവായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സനുവാണ് ഇതിൻ്റെ പുറകെ മുഴുവൻ നടക്കുന്നത്, ഒരുപാട് അനുഭവിക്കുന്നത്. ഈ സ്ത്രീകൾ ഇങ്ങനെ ഉടായ്പ കാണിക്കുന്നതിനെതിരെ നടക്കുന്നത് ഒരുപാട് നല്ല കാര്യം. ആ കുഞ്ഞിനെ ആണെങ്കിലും സിംഗിൾ മദറായിട്ട് നിന്നിട്ട് അതൊക്കെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആകെക്കൂടെ ഉള്ള ഒരു ഫാൾട്ട് എന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ തെറിവിളിയാണ്. പറ്റുമെങ്കിൽ എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഏത് രീതിയിൽ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ആ ഒരു സ്വഭാവം കുറേശ്ശെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് സോഷ്യൽ മീഡിയയാണ്, എല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാതിരുന്നുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവൃത്തികളെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കിത് കേൾക്കുകയും വേണം. പക്ഷേ ഒരു പൊതുസമൂഹത്തിലിരുന്ന് അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിലൊന്നും ഒരിക്കലും കേൾക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ഇപ്പം ഇയർഫോൺ കരുതിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ചാടി വരും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് എൻ്റെ പക്ഷത്തുനിന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. എല്ലാം അവനവൻ്റെ ഇഷ്ടമാണ്. ഓക്കെ. ഇന്നലെ എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഇത് ശരിയാണോ, അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിയാണ്, തീർച്ചയായിട്ടും ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കിത് കേൾക്കുമ്പം പെട്ടെന്ന് ഞാൻ ഇത് ഓഫ് ചെയ്യും. എന്നിട്ട് പിന്നെ കുറേ സ്കിപ്പ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പബ്ലിക്കിൽ വേറൊരാളെടുത്ത് നമ്മുടെ വീഡിയോ കണ്ടാലും
ഒരാൾ ഒരുപാട് കുറ്റം പറയാത്ത രീതിയിൽ അയ്യേ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് എന്ന് തന്നെ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്